ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധതരം ഔഷധ പാനീയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കാം. പനി സമയത്താണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഉപയോഗം. ഇത് നമ്മുടെ ചുമയ്ക്കും അതുപോലെ തന്നെ കഫക്കെട്ടിനും നെഞ്ചിൽ ഉള്ളിൽ കിടക്കുന്ന കഫം പുറത്തേക്ക് വരാനും അതുപോലെ തന്നെ പനി കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം. അപ്പോൾ പനി സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ അല്പം ഇഞ്ചിയോ ചുക്കോ ഇട്ട് തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള ബെനിഫിറ്റ്സ് അതിൽ നിന്ന് കിട്ടും. അതായത് നമുക്ക് പനി കുറയുന്നതായിട്ടും അതുപോലെ തന്നെ ദഹനം നമുക്ക് വിശപ്പില്ലായ്മയൊക്കെ മാറുന്നതായിട്ടും രുചിയില്ലായ്മയൊക്കെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചുക്കിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. നെഞ്ചിനകത്ത് കിടക്കുന്ന കഫം എല്ലാം പുറത്തേക്ക് വരാനും ഒക്കെ സഹായകരമാണ് ഈ ചുക്കിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ മറ്റൊരു ഫലപ്രദമായ ഔഷധം എന്ന് പറയുന്നത് അയമോദകമാണ്. നമ്മളെ വീട്ടിൽ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുള്ള ഒരു ഔഷധമാണ് അയമോദകം. ഇത് സ്ത്രീകൾക്ക് പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പീരീഡ്സ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മെൻസ്ട്രൽ ക്രാംസിനും വയറുവേദനയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ് ഇതുപോലെ അയമോദകം ഇട്ട് കുടിക്കുന്ന വെള്ളം. അയമോദകം ഇട്ട് കുടിക്കുന്ന വെള്ളം നമുക്ക് മറ്റ് ദഹന പ്രശ്നങ്ങളായിട്ടുള്ള വയറുവീർപ്പ്, മലബന്ധം, അതുപോലെ തന്നെ ആസിഡിറ്റി, ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ് ഈ അയമോദകം ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്ന വെള്ളം. അതുപോലെ തന്നെ മറ്റൊരു ഫലപ്രദമായ ഔഷധം എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമുക്ക് ഇതുപോലെ തന്നെ BP റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇതെല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാനീയമാണ് ഈ കരിഞ്ജീരകം ഇട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഡെയിലി കുടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഫലപ്രദമായിട്ടുള്ള ഔഷധം എന്ന് പറയുന്നത് നമ്മുടെ കരിങ്ങാലി വെള്ളമാണ്. കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് വായിക്കൊള്ളുന്നത് മൂലം വായ്പുണ്ണ് മാറാനും അതുപോലെ തന്നെ ദുർഗന്ധം എല്ലാം മാറിക്കിട്ടാനും വായുടെ ശുദ്ധീകരണത്തിനും എല്ലാം സഹായകരമാണ് നമ്മുടെ ഈ കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ നല്ല കഷായം പോലെ ഉണ്ടാക്കി വായിൽ കൊള്ളുന്നതും അതുപോലെ തന്നെ കുടിക്കുന്നതും എല്ലാം വളരെ ഫലപ്രദമാണ്. ഈ വായ്പുണ്ണെല്ലാം മാറിക്കിട്ടാനൊക്കെ സഹായകരമാണ് കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം. അതുപോലെ തന്നെ മറ്റൊരു ഔഷധം എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും പാലുണ്ടാവാനും അതുപോലെ തന്നെ അവർക്ക് മറ്റ് പ്രസവാനന്തരമായിട്ടുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ് മാറിക്കിട്ടാനും സഹായകരമാണ് ഈ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൂത്രച്ചൂടിനും എല്ലാം വളരെ ഫലപ്രദമാണ് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം. ഇത് BP കുറയ്ക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഈ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ മറ്റൊരു പ്രയോജനമായിട്ടുള്ള ഔഷധം എന്ന് പറയുന്നത് തഴുതാമയാണ്. തഴുതാമ ഇതുപോലെ നമുക്ക് നീര് വറ്റാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റ് മൂത്രസംബന്ധമായ മറ്റ് അസുഖങ്ങൾക്ക് മൂത്രച്ചൂട്, പഴുപ്പ്, കല്ല്, ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് തഴുതാമ. തഴുതാമയുടെ ഇലയും അതുപോലെ തന്നെ തണ്ടും നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇതുപോലെ രണ്ട് നേരമായിട്ട് കുടിക്കുന്നത് നല്ല ഫലപ്രദമാണ്. ഇതുപോലെയുള്ള മൂത്രച്ചൂടിനും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾക്കും ഇത് വളരെ നീരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് അസുഖങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫലപ്രദമായ ഔഷധം എന്ന് പറയുന്നത് നമ്മുടെ കച്ചോലം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കാം. അത് നമ്മുടെ പനി ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ കുറയ്ക്കാനും അതായത് പനി സംബന്ധമായിട്ട് വരുന്ന കൂടിയ ടെമ്പറേച്ചർ കുറയ്ക്കാനും നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ചൂട് കുറയ്ക്കാനൊക്കെ സഹായകരമാണ് കച്ചോലമിട്ട വെള്ളം, തിളപ്പിച്ച വെള്ളം. അപ്പോൾ അത് പനി സമയത്ത് കഴിക്കുന്നത് മൂലം നമുക്ക് പനി കുറയാനും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ബുദ്ധിമുട്ടുകൾ പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന രുചിയില്ലായ്മ, വിശപ്പില്ലായ്മ, ഇതെല്ലാം മാറാനും സഹായിക്കുന്നതാണ് കച്ചോലമിട്ട് തിളപ്പിച്ച വെള്ളം. അത് നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കുന്നു. കുട്ടികൾക്കായാലും ഇത് കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ കുട്ടികളുടെ പനി വരുന്ന സമയത്ത് ഇതിട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പനിയുടെ മൂത്രം കൂടുതൽ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പനി കുറഞ്ഞതായിട്ട് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്.